ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഫൈനൈറ്റ് ട്രാൻസ്ലേഷനെ പറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്പേഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, ബട്ട് ഇറ്റ് ഇറ്റ്സ് ഇൻ എ ഫൈനൈറ്റ് എമൗണ്ട്. അപ്പോൾ വി ഹാവ് ടു കൺസിഡർ എ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ ബൈ ആൻ എമൗണ്ട് ഡെൽറ്റ എക്സ് പ്രൈം. ഇപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നൊരു പൊസിഷൻ, അതിൽ നിന്ന് എക്സ് പ്രൈം എന്ന് പറയുന്നൊരു പൊസിഷനിലേക്ക് ഒരു സ്പേഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയാണ് അല്ലേ, പാർട്ടിക്കിളിൻ്റെ. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻ്റാണ് ഡെൽറ്റ എക്സ് പ്രൈം എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ്റെ കേസിലാണ് നമ്മൾ അതിനെ ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡെൽറ്റ എക്സ് പ്രൈം എന്ന് പറയുന്നത് കുറേയധികം നമ്പർ ഓഫ് ഇൻഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ചേർന്നിട്ടാണ്. ഡി എക്സ് പ്രൈം, ഇത് ഡി എക്സ് പ്രൈം, ഡി എക്സ് പ്രൈം, അങ്ങനെ കുറേ നമ്പർ ഓഫ് ഇൻഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ചേർന്നിട്ടാണ് ഈ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എക്സ് പ്രൈം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എക്സ് പ്രൈമിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാമല്ലോ? ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി എക്സ് പ്രൈം അല്ലേ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ, എത്ര നമ്പർ ഓഫ് ഡി എക്സ് പ്രൈം ചേർന്നിട്ടുള്ളതെന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റർ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ്. അപ്പോൾ ഡെൽറ്റ എക്സ് പ്രൈം എന്ന് കൊടുത്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഫൈനൈറ്റ് വന്നതുകൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എക്സ് പ്രൈം കൊണ്ടാണ്. ഇനി ഇവിടെ എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത് എക്സ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് യൂണിറ്റ് വെക്ടർ എക്സ് ക്യാപ്പ് കൊടുത്തു. ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ഓൺ എ വെക്ടർ എക്സ് പ്രൈം. നമുക്ക് എന്താ കിട്ടുക? പുതിയ സ്റ്റേറ്റ് എക്സ് പ്രൈം പ്ലസ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഈ ഒരു രീതിയിൽ എഴുതുന്നു. കാരണം എന്താണ്? ഡെൽറ്റ എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു എൻ ഡി എക്സ് പ്രൈം എന്ന് എഴുതാമല്ലോ. സോ ടി ഓഫ് എൻ ഡി എക്സ് പ്രൈം ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ടി ഓഫ് ഡി എക്സ് പ്രൈം ഹോൾ റൈസ് ടു എൻ വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് ഇത് എന്താണ്, ഈ നമ്പർ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സ്മോൾ ആണല്ലേ, വെരി സ്മോൾ. അപ്പോൾ അങ്ങനെ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ് is equal to limit n tends to infinity t of dx prime to the power n. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം. നമുക്ക് ഈ ടി ഓഫ് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഇതാണ് അല്ലേ, 1 മൈനസ് ഐ ഇൻറ്റു കെ ഡി എക്സ് പ്രൈം. കെക്ക് നമ്മൾ പി എക്സ് ബൈ എച്ച് ക്രോസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ഇവിടെ പി എക്സ് കൊടുത്തത് എക്സ് ഡയറക്ഷനിലായതുകൊണ്ടാണ്. സോ ലിമിറ്റ് n tends to infinity 1 minus i into px dx prime by h cross to the power n, which is equal to limit n tends to infinity 1 minus i px by h cross delta x prime by n. കാരണം ഇവിടെ ഡെൽറ്റ ഡി എക്സ് പ്രൈമിന് പകരം നമുക്ക് ഡെൽറ്റ എക്സ് പ്രൈം ബൈ എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു റിലേഷൻ നോക്കുക. ദാറ്റ് ഈസ് ഇ ടു ദ പവർ മൈനസ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് എക്സ് ബൈ എൻ ടു ദി പവർ എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഏത് രീതിയിൽ എഴുതാം? ടി ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പിനെ എങ്ങനെ എഴുതാം? എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ പി എക്സ് ഡെൽറ്റ എക്സ് പ്രൈം ബൈ എച്ച് ക്രോസ്. ഓക്കെ, അതായത് ഇതെന്താണ്, ഇത് മൈനസ് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇത് ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ. അപ്പം ഈ ഒരു എ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്ലേഷൻ ഈസ് ദാറ്റ് സക്സീവ് ട്രാൻസ്ലേഷൻ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഇൻ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻസ് കമ്മ്യൂട്ട്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലുള്ള ട്രാൻസ്ലേഷൻ, ഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ അത് കമ്മ്യൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ ടു ബി ഒരു ട്രാൻസ്ലേഷൻ നടന്നു എക്സ് ഡയറക്ഷനിൽ, അതിനെ നമ്മൾ ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ സി ടു ബി ഒരു ട്രാൻസ്ലേഷൻ നടന്നു, അതിനെ ഡെൽറ്റ വൈ പ്രൈം വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ആയിരുന്നു. അപ്പോൾ എ ടു ബി ആണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് എ ടു സി പോയി, ദെൻ സി ടു ബി പോയി. ഇനി ഇവിടെ അതേ സമയം എന്താണ് ആദ്യം ചെയ്യണത്? ആദ്യത്തെ ട്രാൻസ്ലേഷൻ വൈ ഡയറക്ഷനിൽ, അടുത്ത എക്സ് ഡയറക്ഷനിൽ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ട്രാൻസ്ലേഷൻ നടന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, കമ്മ്യൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിനെ എന്താണ്, ആദ്യത്തെ ട്രാൻസ്ലേഷനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു, ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ്, ദെൻ ഡെൽറ്റ വൈ പ്രൈം വൈ ക്യാപ്പ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ പ്രൈം വൈ ക്യാപ്പ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇൻഫൈനൈറ്റ് ട്രാൻസ്ലേഷൻ്റെ കേസിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ടി ഓഫ് ഡി എക്സ് ഡബിൾ പ്രൈം, അതുപോലെ തന്നെ ടി ഓഫ് ഡി എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു എന്താണ്, ടി ഓഫ് ഡി എക്സ് ഡബിൾ പ്രൈം പ്ലസ് ഡി എക്സ് പ്രൈം എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ്,
ടി ഓഫ് ഡെൽറ്റ വൈ പ്രൈം വൈ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ് പ്ലസ് ഡെൽറ്റ വൈ പ്രൈം വൈ ക്യാപ്പ് എന്ന് എഴുതാം. സോ ഇത് നോക്കിയേ, ഇതിൽ ഈ രണ്ട് ടേം ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ LHS നമുക്ക് ഈക്വലായിട്ട് എഴുതാമല്ലോ, അല്ലെങ്കിൽ LHS ഈക്വൽ ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? ദിസ് മൈനസ് ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 കിട്ടും അല്ലേ? അതായത് ഇതിനെ നമുക്ക് A ഇൻറ്റു ബി മൈനസ് ബി ഇൻറ്റു എ എന്നുള്ള രീതി വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതുവാണെങ്കിൽ നമുക്ക് അതെന്താണ് കമ്മ്യൂട്ടേറ്റർ ആ ഒരു ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുമല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് ഡെൽറ്റ വൈ പ്രൈം വൈ കോമ ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ടി ഓഫ് ഡെൽറ്റ വൈ പ്രൈം വൈ ഇതെന്താണ്? നമുക്കറിയാം ടി ഓഫ് ഡെൽറ്റ എക്സ് പ്രൈം എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ പി എക്സ് ഡെൽറ്റ എക്സ് പ്രൈം ബൈ എച്ച് ക്രോസ് അല്ലേ? അപ്പോൾ ഇവിടെ ടി ഓഫ് ഡെൽറ്റ വൈ പ്രൈം വൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ എക്സിന് പകരം നമ്മളിവിടെ വൈ കൊടുത്താൽ മതി. അപ്പോൾ അത് രണ്ടും കൊടുത്തു. ഇനി നമുക്ക് ടു ദ പവർ മൈനസ് എക്സിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു എക്സ്പാൻഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണ്. കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എ പ്ലസ് ബി കോമ സി പ്ലസ് ഡി എ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. കമ്മ്യൂട്ടേറ്റർ 1,1 അതുപോലെ തന്നെ -1 മൈനസ് ഐ പി എക്സ് ഡെൽറ്റ എക്സ് പ്രൈം ബൈ എച്ച് ക്രോസ്. അപ്പോൾ നമുക്കറിയാം കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് 1,1 എന്ന് പറഞ്ഞാൽ 0 കിട്ടും. ഇതൊക്കെ എന്താകും? 0 ആകും. പിന്നെ ഹയർ ഓർഡർ ടേംസ് നമ്മൾ നെഗ്ലിക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കിട്ടുന്ന ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ അതിനെ ഞാൻ ഇങ്ങനെ എഴുതി. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ ഐ പി എ വൈ ഡെൽറ്റ വൈ പ്രൈം ബൈ എച്ച് ക്രോസ് കോമ ഐ പി എക്സ് ഡെൽറ്റ എക്സ് പ്രൈം ബൈ എച്ച് ക്രോസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിനെ അതായത് എ കോമ ബി is equal to 0 എന്നല്ലേ? അപ്പോൾ ഇതിനെ എ ബി പ്ലസ് ബി എ, അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ എ ബി മൈനസ് ബി എന്നുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ എ ഇൻറ്റു ബി എഴുതുന്നു. മൈനസ് വരുമ്പോഴാണ് ഇവിടെ പ്ലസ് ആവുന്നത് കേട്ടോ. ആക്ച്വലി എ ബി മൈനസ് ബി എൻ തന്നെയാണ്, ഇവിടെ ഒരു മൈനസ് വരുന്നതുകൊണ്ട് ഇവിടെ പ്ലസ് ആകും. ജസ്റ്റ് എ ഇൻറ്റു ബി ആൻഡ് മൈനസ് ബി ഇൻറ്റു എ ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്കറിയാം ഡെൽറ്റ വൈ പ്രൈം ഡെൽറ്റ എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്രൈം ഡെൽറ്റ വൈ പ്രൈം. അപ്പോൾ ഇവിടെയുള്ള ഇതിനെ ഒരുപോലെ ഞാൻ ഇവിടെ എഴുതി ഡെൽറ്റ എക്സ് പ്രൈം ഡെൽറ്റ വൈ പ്രൈം, ഇതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്കിത് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് ഡെൽറ്റ എക്സ് പ്രൈം ഡെൽറ്റ വൈ പ്രൈം ബൈ എച്ച് ക്രോസ് സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എഴുതിയിരിക്കുന്ന പി വൈ പി എക്സ് മൈനസ് പി എക്സ് പി വൈ ഇസ് ഈക്വൽ ടു 0. ഇതെന്താണ്? എ ബി മൈനസ് ബി എസ് ഈക്വൽ ടു 0 അല്ലേ? കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ പി വൈ പി എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ഇൻ ജനറൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പി വൈ പി ജെ ഇസ് ഈക്വൽ ടു 0. That is translations in different direction commute. Here the momentum is the generator of the translation. അതായത് പി വൈ പി ജെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പി എക്സ് പി വൈ ഇസ് ഈക്വൽ ടു 0, പി വൈ പി സെഡ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ പി സെഡ് പി എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആണെങ്കിലും അത് കമ്മ്യൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. And whenever the generators of transformations commute, the corresponding group is said to be abelian group. So ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ്. കാരണം ഇവിടെ ജനറേറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം അല്ലേ ഇവിടെ ജനറേറ്റർ വരുന്നത്. ട്രാൻസ്ലേഷൻ്റെ ജനറേറ്ററായിട്ട് വരുന്ന എന്താണ്? മൊമെൻറ്റം ആണ്. അത് കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പിലുള്ള ഗ്രൂപ്പിനെ നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നു. അത് മാത്രമല്ല പി എക്സ് പി വൈ പി സെഡ് എന്ന് പറഞ്ഞാൽ മ്യൂച്വലി കമ്പാറ്റബിൾ ഒബ്സർവേഴ്സ് ആണ്. അപ്പം മ്യൂച്വലി കമ്പാറ്റബിൾ ഒബ്സർവേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. That is P is equal to Px prime, Py prime, Pz prime. അപ്പോൾ Px is acting on P prime എന്ന് പറഞ്ഞാൽ എന്താണ്? P prime എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണല്ലേ. അപ്പോൾ ഇത് ആക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? Px പ്രൈമിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐഗൺ വാല്യൂ എന്ത് കിട്ടും? Px പ്രൈം ഐഗൺ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് പി വൈ ഈസ് ആക്ടിങ് ഓൺ P1 പ്രൈം. അപ്പോൾ ഇവിടെ എന്താ? പി വൈ എന്ന് പറയുന്നത് എന്തിലാണ് ആക്ട് ചെയ്യുന്നത്? പി വൈ പ്രൈമിൽ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഐഗൺ വാല്യൂ എന്ത് കിട്ടും? പി വൈ പ്രൈം കിട്ടും. അതുപോലെ തന്നെ പി സെഡ് പി പ്രൈം ഇസ് ഈക്വൽ ടു പി സെഡ് പ്രൈം പി പ്രൈം. ഇനി അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ടി ഡി എക്സ് പ്രൈം, ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ ടി ഓഫ് ഡി എക്സ് പ്രൈം ഈസ് ആക്ടിങ് ഓൺ പി. അപ്പോൾ ഇതിന് പകരം ഞാൻ ഈ ഒരു ഓപ്പറേറ്റർ എഴുതി. ആൻഡ് ഹിയർ പി ഈസ് ആക്ടിങ് ഓൺ ദിസ് പി പ്രൈം. ഇപ്പോൾ എന്ത് വരും? പി പ്രൈം വരും അല്ലേ? അതായത് ഇവിടെ ഐഗൺ വാല്യൂ നമുക്ക് പി പ്രൈം വരും. ദാറ്റ് ഈസ് പി പ്രൈം ഈസ് ആൻ ഐഗൺ കട്ട് ഓഫ് ടി ഓഫ് ഡി എക്സ് പ്രൈം. സോ അങ്ങനെയാണെങ്കിൽ ദീസ് വിൽ കമ്മ്യൂട്ട്. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റർ പി കോമ ടി ഓഫ് ഡി എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു 0.